MSലെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ എന്ന് പറയുന്ന LM സിനിമാസിലാണ്. നമുക്ക് തിയേറ്ററിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നോക്കാം. നമുക്ക് നേരെ തിയേറ്ററിലെ വീഡിയോട്ട് പോകാം. LM സിനിമാസ് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂയും കാര്യങ്ങളാണ്. സെൻറ്റർ ഭാഗത്ത് LM എഴുതിയ പോണ്ട്. ഇൻറ്റീരിയർ ഡിസൈനിങ് ഒരു വെള്ള ആൻഡ് നീല ഇൻറ്റീരിയർ ഡിസൈനിങ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് ആണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ ഉള്ളത്. പിന്നീട് ഈ തിയേറ്ററിനെ കുറിച്ച് പറയുന്നത് ഏറ്റവും കൂടുതൽ ഫാമിലി ഓഡിയൻസിൻ്റെ സ്വന്തം തിയേറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് ഈ തിയേറ്ററിൻ്റെ പാർക്കിങ്ങും കാര്യങ്ങളും നോക്കാം. നമ്മുടെ തിയേറ്ററിൻ്റെ ഫ്രണ്ട് വ്യൂയും കാര്യങ്ങളും കണ്ട് ഇനി നമുക്ക് നേരെ തിയേറ്ററിൻ്റെ പാർക്കിംഗ് ഏരിയയിലോട്ട് പോകാം കേട്ടോ. നമ്മുടെ തിയേറ്ററിനകത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന പടത്തിൻ്റെ പോസ്റ്റർ വർക്കും കാര്യങ്ങളും പാർക്കിംഗ് ചെയ്യുന്ന സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. ഓടി 1-ൻ്റെ ഓടി 2-ൻ്റെ. ഇനി നമുക്ക് താഴോട്ട് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഇങ്ങോട്ടാണ് നമ്മുടെ പാർക്കിങ്ങിലോട്ട് വരുന്നത്. നമുക്ക് താഴെയാണ് ഏറ്റവും പാർക്കിംഗ് കാര്യങ്ങളും സ്ഥലങ്ങളൊക്കെ വരുന്നത്. നല്ല മഴയും കാര്യങ്ങളൊക്കെ കൊള്ളാതെ നല്ല വിശാലമായിട്ട് തന്നെ അണ്ടർഗ്രൗണ്ടിൽ തന്നെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ വരുന്നത് കേട്ടോ. നല്ല വിശാലമായിട്ടുള്ളൊരു പാർക്കിംഗ് സ്പേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഫുൾ വ്യൂയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെ ഇനി പാർക്കിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ മുകളിലോട്ട്. അങ്ങനെ നമ്മുടെ തിയേറ്ററിലെ പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കയറിയിട്ട് നമുക്ക് സ്ക്രീനകത്തോട്ടുള്ള വിശേഷം കാര്യങ്ങളെല്ലാം നോക്കാം. നമ്മുടെ തിയേറ്ററിൻ്റെ എൻട്രിയും കാര്യങ്ങൾ ഇവിടെയാണ് വരുന്നത്. നമുക്കിനി അകത്തോട്ട് കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മുടെ തിയേറ്ററിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ 2 സ്ക്രീനാണ് വരുന്നത്. ഓടി 1ഉം ഓടി 2 ആണ് വരുന്നത്. നമുക്ക് ഇനി അകത്തോട്ട് കയറാം. ഇവിടുന്ന് ആ സ്റ്റെപ്പ് കയറി ഇനി അകത്തോട്ട് മുകളിലോട്ട് ചെല്ലുമ്പോഴാണ് നമ്മുടെ LM സിനിമാസിൻ്റെ എൻട്രിയും കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ. ഈ സ്റ്റെയർ വഴി നമുക്കിനി കയറാം നമ്മുടെ തിയേറ്ററിൻ്റെ അകത്തോട്ട്. നമുക്കിപ്പം എൻട്രിയും കാര്യങ്ങളും LM സിനിമാസിൻ്റെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ തിയേറ്ററിൻ്റെ LM സിനിമാസിൻ്റെ എൻട്രി വരുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മൾ കയറി വരുമ്പം LM സിനിമാസിൻ്റെ ലോഗോയും അതുപോലെ തന്നെ ബുക്ക് മൈ ഷോയുടെ സൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഓൺലൈനിൽ. ഇനി നമുക്ക് അകത്തോട്ടുള്ള കാര്യങ്ങൾ നോക്കാം. കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ബോക്സ് ഓഫീസാണ് വരുന്നത്. നമ്മുടെ തിയേറ്ററിനകത്ത് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും വരുന്നത് 170 ആണ്. നമ്മുടെ തിയേറ്ററിന് 2 സ്ക്രീനിങ് കാര്യങ്ങളാണ് വരുന്നത്. അവിടുത്തെ ടിക്കറ്റ് റേറ്റും സെയിം ആണ്, 170 തന്നെയാണ് എല്ലായിടത്തും വരുന്നത്. ഇനി നമുക്ക് അടുത്ത വെയിറ്റിംഗ് ഏരിയയും ക്യാൻറ്റീനും കാര്യങ്ങളും നോക്കാം. നമ്മുടെ തിയേറ്ററിലെ വെയിറ്റിംഗ് ഏരിയ ആണ് ഈ കാണുന്നത് കേട്ടോ. ബാക്കിലോട്ടും ഉണ്ട്, അതും കൂടെ നമുക്ക് കവർ ചെയ്തിട്ട് അപ്പുറത്തെ സൈഡും ഓടി 1ൻ്റെ അടുത്തെയാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ വെയിറ്റിംഗ് ഏരിയ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വെയിറ്റിംഗ് ഏരിയയും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന പടത്തിൻ്റെ ഫ്ലെക്സ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഓടി 2ൻ്റെ അടുത്തിട്ടുള്ള വെയിറ്റിംഗ് ഏരിയ ഉണ്ട്, അതും കൂടെ നോക്കിയതിന് ശേഷം നമുക്ക് ക്യാൻറ്റീനിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ ഓടി 2ൻ്റെ വെയിറ്റിംഗ് ഏരിയയും കാര്യങ്ങളും വരുന്നത്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെറിയൊരു രീതിയിലുള്ള ഒരു വെയിറ്റിംഗ് ഏരിയ അറേഞ്ച്മെൻറ്റും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നല്ല വിശാലമായിട്ടുള്ള ഒരു വെയിറ്റിംഗ് ഏരിയയാണ് നമ്മുടെ തിയേറ്ററിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ഓടി 2 വരുന്നത്. അപ്പുറത്തെ സൈഡാണ് നമ്മുടെ ഓടി 1ഉം വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്യാൻറ്റീനിലോട്ട് പോകാം. നമ്മുടെ തിയേറ്ററിലെ ക്യാൻറ്റീൻ ഏരിയയാണ് നമ്മൾ കാണുന്നത്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ആ ഇൻറ്റീരിയർ ഡിസൈനും കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളി ഒരു കോംബോയിലാണ് ആ ക്യാൻറ്റീൻ്റെ ഡിസൈനും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നത്. നല്ല വിശാലമായിട്ടുള്ള ഒരു ക്യാൻറ്റീൻ തന്നെയാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത് നമ്മുടെ തിയേറ്ററിനകത്ത്. ഒരു ഫുൾ വ്യൂയും കാര്യങ്ങളും നമുക്കിന്ന് കാണാം കേട്ടോ ക്യാൻറ്റീൻ്റെ. നമ്മുടെ തിയേറ്ററിലെ ക്യാൻറ്റീന ബോക്സ് ഓഫീസ് എല്ലാം കാണിച്ച് ഇനി നമുക്ക് ഓടി 1ലോട്ട് കയറാം കേട്ടോ. ബോക്സ് ഓഫീസിന് തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഓടി 1 വരുന്നത്. അതിൻ്റെ TVയുടെക്കകത്ത് നമുക്ക് ടൈമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഓരോ ഷെഡ്യൂളും കാര്യങ്ങളും കേട്ടോ. ഇനി നമുക്ക് നേരെ ഓടി 1നകത്തോട്ട് കയറാം. നമ്മളിപ്പോൾ നിൽക്കുന്ന LM സിനിമാസിൻ്റെ ഓടി 1നകത്താണ് നിൽക്കുന്നത്. നമുക്ക് തിയേറ്ററിൻ്റെ ഒരു ഫുൾ വ്യൂയും കാര്യങ്ങളും നോക്കാം എങ്ങനെയുണ്ടെന്ന് കേട്ടോ. നമ്മുടെ ഓടി 1ലെ ഒരു ഫുൾ വ്യൂയും കാര്യങ്ങളാണ് സ്ക്രീനിൻ്റെ അടുത്തുനിന്നുള്ള ഓഡിയൻസിലോട്ടുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. നല്ല വിശാലമായിട്ടുള്ള ഒരു രീതിയിലാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഇൻറ്റീരിയർ ഡിസൈനും കൊടുത്തിരിക്കുന്നത്. നമ്മുടെ തിയേറ്ററിലെ ഇൻറ്റീരിയർ ഡിസൈനെ കുറിച്ച് പറയുന്നത് ഒരു റെഡ് കോംബോയിലാണ് ഇൻറ്റീരിയർ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. നമ്മുടെ തിയേറ്ററിൻ്റെ ഒരു ഫുൾ വ്യൂ ആണ് ഇപ്പം കാണുന്നത്.
നമുക്കിപ്പം ഓഡിയൻസിൻ്റെ ഫ്രണ്ടിൽ നിന്ന്, അതായത് സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂയും കാര്യങ്ങളുണ്ട്. നമുക്കിനി ബാക്കിലോട്ട് പോയിട്ട് നമുക്ക് സ്ക്രീനിലോട്ടുള്ള വ്യൂയും കാര്യങ്ങളും നമുക്ക് നോക്കാം. നമ്മുടെ ഏറ്റവും ബാക്കിൽ നിന്നുള്ള സ്ക്രീനിലോട്ടുള്ള വ്യൂയും കാര്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി നമ്മുടെ തിയേറ്ററിൻ്റെ ടിക്കറ്റ് റീലോട്ടും കാര്യങ്ങളും പോകാം. റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പോയിലാണ് സീറ്റിൻ്റെ കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. നമ്മുടെ തിയേറ്ററിനകത്ത് ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ 101 ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളും വരുന്നത്. 170 രൂപയാണ് ടിക്കറ്റ് റേറ്റിംഗ് കാര്യങ്ങൾ നമ്മുടെ തിയേറ്ററിനകത്ത് ഈടാക്കുന്നത്. സ്റ്റേഡിയം കട്ടും കാര്യങ്ങളാണ്. നമുക്ക് ലെഗ് സ്പേസും കാര്യങ്ങളും നോക്കാം. ഇത്രയാണ് നമ്മുടെ ഓരോ സീറ്റ് അനുസരിച്ചുള്ള ലെഗ് സ്പേസും കാര്യങ്ങളും നമ്മുടെ തിയേറ്ററിനകത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു കംഫർട്ട് സീറ്റ് തന്നെയാണ് നമ്മുടെ തിയേറ്ററിനകത്ത് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് എടുത്ത് തന്നെ പറയാം കേട്ടോ. ഇനി നമുക്ക് നേരെ തിയേറ്ററിൻ്റെ സൗണ്ട് സിസ്റ്റത്തിലോട്ട് പോകാം. നമ്മുടെ തിയേറ്ററിനകത്തെ സൗണ്ട് സിസ്റ്റം പറയുകയാണെങ്കിൽ 7.1 ഡോൾബി സറൗണ്ടാണ് നമ്മുടെ തിയേറ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ തിയേറ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സ്പീക്കേഴ്സിലോട്ട് പോവുകയാണെങ്കിൽ JBLൻ്റെ സ്പീക്കേഴ്സും കാര്യങ്ങളാണ് നമ്മുടെ തിയേറ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു അടുത്തോട്ട് പോയിട്ട് നമ്മുടെ JBLൻ്റെ ലോഗോയും കാര്യങ്ങളും നമുക്ക് നോക്കാം. നമ്മുടെ JBL സ്പീക്കേഴ്സിൻ്റെ JBL ബ്രാൻഡിൻ്റെ ലോഗോയും കാര്യങ്ങളും നമുക്കിപ്പം കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതേ നമ്മുടെ ഈ തിയേറ്ററിൻ്റെ ഓരോ സൈഡിലും ഇരുന്നിട്ടുള്ള സ്ക്രീനിൻ്റെ വ്യൂവും കാര്യങ്ങളും എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മുടെ തിയേറ്ററിനകത്ത് ഫ്രണ്ട് സീറ്റിൽ ഇരുന്നുള്ള സ്ക്രീനിലോട്ടുള്ള സൈസും കാര്യങ്ങളാണ് കാണുന്നത്. നമുക്കൊരു സെൻറ്റർ സീറ്റിലോട്ട് പോകാം. അതിനുശേഷമുള്ള വ്യൂവും കാര്യങ്ങളും നോക്കാം. നമ്മുടെ തിയേറ്ററിൻ്റെ ഒരു സെൻറ്ററിലോട്ട് പോയതിനു ശേഷമുള്ള സ്ക്രീൻ സൈസും കാര്യങ്ങളാണ് നമ്മുടെ തിയേറ്ററിന് ഒത്തിണങ്ങിയ ഒരു സ്ക്രീൻ സൈസും കാര്യങ്ങളാണ് തിയേറ്ററിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു ബാക്കിലോട്ട് പോയതിനു ശേഷം നോക്കാം. എന്നുള്ള സ്ക്രീൻ സൈസും കാര്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. നല്ല വിശാലമായിട്ടുള്ള നമ്മുടെ ഓഡിറ്റോറിയത്തിന് ഒത്തിണങ്ങിയ ഒരു സ്ക്രീൻ സൈസും കാര്യങ്ങളാണ് നമ്മുടെ തിയേറ്റർ കൊടുത്തിരിക്കുന്നത്. തിയേറ്ററിനകത്ത് പ്രൊജക്ടർ റൂമും കാര്യങ്ങളും അവിടെയാണ് വരുന്നത്. 4Kയുടെ സോണിയുടെ പ്രൊജക്ടറും കാര്യങ്ങളാണ് നമ്മുടെ തിയേറ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സെൻറ്ററിലോട്ടിരിക്കുക. നമ്മുടെ കറക്റ്റ് സ്ക്രീനിൻ്റെ ഒരു സൈസും കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് കാണാം. നമ്മുടെ ഓഡിറ്റോറിയത്തിന് ഒത്തിണങ്ങിയിട്ടുള്ള ഒരു സ്ക്രീൻ സൈസാണ് കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് സെൻറ്ററാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ തിയേറ്ററിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളും എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മുടെ തിയേറ്ററിൻ്റെ ഇനി സൗണ്ട് ക്വാളിറ്റിയും സ്ക്രീൻ ക്വാളിറ്റിയും എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് നേരെ ഒരു സീറ്റിലോട്ട് ഇരുന്നതിന് ശേഷം സൗണ്ട് ക്വാളിറ്റിയും സ്ക്രീൻ ക്വാളിറ്റിയും എങ്ങനെയുണ്ടെന്ന് നോക്കാം. நான் சொன்னேன் ஷாம்பெயினை தான் திறக்கட்டுமான்னு சொன்னேன். ஷாம்பெயின் என் காதலி கேம்பெயின். നമ്മുടെ തിയേറ്ററിനകത്തെ സൗണ്ട് ക്വാളിറ്റിയും സ്ക്രീൻ ക്വാളിറ്റിയും കണ്ടിരുന്നു. നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു സ്ക്രീൻ ക്വാളിറ്റിയും അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ തിയേറ്ററിൻ്റെ പ്രൊജക്ടർ റൂമിലോട്ട് കയറാം. ബാക്കിയുള്ള കാര്യം അവിടെ ചെന്നിട്ട് നമ്മുടെ പ്രൊജക്ടർ റൂമിൽ നിന്ന് സ്ക്രീനിലോട്ടുള്ള വ്യൂയും കാര്യങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. സ്ക്രീൻ സൈസും കാര്യങ്ങളെല്ലാം കാണാം. ഇനി നമുക്ക് പ്രൊജക്ടറിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും നോക്കാം. നമ്മുടെ തിയേറ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് സോണിയുടെ 4K 3D പ്രൊജക്ടറും കാര്യങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ഫുൾ വ്യൂയും കാര്യങ്ങളും നോക്കാം. നമ്മുടെ പ്രൊജക്ടറിൻ്റെ നമ്മുടെ ഇത് വരുന്നത് ലാമ്പ് പ്രൊജക്ഷനും കാര്യങ്ങളാണ് വരുന്നത്. നമുക്ക് 4 ലാമ്പാണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് വരുന്നതെന്ന് വെച്ചാൽ എത്ര മണിക്കൂറാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 5000 മണിക്കൂറാണ് ഇതിൻ്റെ ആയുസ്സും കാര്യങ്ങളും വരുന്നത്. ഇനി പറയാം എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഇപ്പോൾ സ്ക്രീനകത്തും കാര്യങ്ങളാണ്. ഇത്രയാണ് നമ്മുടെ പ്രൊജക്ടറിനകത്ത് പറയാൻ വരുന്നത്. ഇനി നമുക്ക് നേരെ സൗണ്ടിലോട്ട് പോകാം. നമ്മുടെ തിയേറ്ററിലെ സൗണ്ടിൻ്റെ ആംപ്ലിഫയറും കാര്യങ്ങളാണ് ഇരിക്കുന്നത്. ഡോൾബിയുടെ 7.1 ആണ് സൗണ്ട് സിസ്റ്റം കാര്യങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ എല്ലാ ആംപ്ലിഫയറും കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ പ്രൊസസ്സറും കാര്യങ്ങളാണ് ഇരിക്കുന്നത് ഡോൾബിയുടെ. നമ്മുടെ തിയേറ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് UPS ആണ്. ആദ്യം കാണുന്നത് നമ്മുടെ പ്രൊജക്ടറിൻ്റെയാണ്. പിന്നീട് നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിൻ്റെയും മൂന്നാമത് കാണുന്നത് നമ്മുടെ ലൈറ്റ് വർക്കിൻ്റെയും കാര്യങ്ങളാണ്. ഇതാണ് നമ്മുടെ കറണ്ട് പോയാൽ നമ്മുടെ സ്ക്രീനോ സൗണ്ടോ ഓഫ് ആവാതിരിക്കാൻ സഹായിക്കുന്നത്. അങ്ങനെ OD1ൻ്റെ ക്യാബിൻ റൂമും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് OD2വിനകത്തോട്ട് പോകാം.